ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാ നല്ല പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി കരയറ്റുന്നു. എന്നാൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏദൻ തോട്ടത്തിൻ നടുവിൽ ഉണ്ടായിരുന്ന വൃക്ഷങ്ങൾ ഏതെല്ലാം എന്നായിരുന്നു. ജീവവൃക്ഷവും അറിവിൻ്റെ വൃക്ഷവും ആണ്. രണ്ടാമത്തെ ചോദ്യം, ഏദൻ തോട്ടം നനപ്പാൻ എത്ര നദികൾ ഉണ്ടായിരുന്നു? ഒരു നദിയെ. മൂന്നാമത്തെ ചോദ്യം, പൊന്നുള്ള ദേശം ഏത്? പൊന്നുള്ള ദേശം ഹവീല ദേശം. നാലാമത്തെ ചോദ്യം, കൂസ് ദേശമൊക്കെയും ചുറ്റുന്ന നദി ഏത്? ഗീഹോൻ. അഞ്ചാമത്തെ ചോദ്യം, അശീറിന് കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഹിദേക്കൽ. വേദപുസ്തകത്തിൽ ആദ്യമായി പൊന്നിനെക്കുറിച്ച് പറയുന്ന സ്ഥലമേത്? ഹവീല. ദൈവം ഏദൻ തോട്ടത്തിൽ കാവലാക്കിയത് ആര്? മനുഷ്യനെയാണ് ദൈവം ഏദൻ തോട്ടത്തിൽ കാവലാക്കിയത്. മനുഷ്യനെ ദൈവം എന്തിനാണ് ഏദൻ തോട്ടത്തിലാക്കിയത്? മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കിയത് വേല ചെയ്യുവാനും അതിനെ കാപ്പാനും ആണ്. തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്ത് തിന്നുന്ന നാളിലാണ് മരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്? നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം കഴിക്കുന്ന നാളിൽ. ദൈവം നന്നല്ല എന്ന് കണ്ടെത്തിയത് എന്താണ്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നാണ് ദൈവം കണ്ടെത്തിയത്. ദൈവം സൃഷ്ടിച്ച ജീവികൾക്ക് പേരിട്ടതാര്? ദൈവം സൃഷ്ടിച്ച ജീവികൾക്ക് പേരിട്ടത് ആദാമാണ്. ഗാഠനിദ്രയ്ക്ക് വിധേയനായ ആദ്യത്തെ വ്യക്തി. ഗാഠനിദ്രയ്ക്ക് വിധേയനായ ആദ്യത്തെ വ്യക്തി ആദാം ആണ്. ആദാമിൽ നിന്നും എടുത്ത വാരിയലിന് പകരം ദൈവം കൊടുത്തത് എന്ത്? മാംസം ആണ് ദൈവം കൊടുത്തത്. സ്ത്രീയെ നാരി എന്ന് വിളിക്കാൻ കാരണമെന്ത്? സ്ത്രീയെ നാരി എന്ന് വിളിക്കാൻ കാരണമെന്ത്? നരനിൽ നിന്ന് എടുത്തതുകൊണ്ട് സ്ത്രീയെ നാരി എന്ന് വിളിക്കുന്നു. സ്ത്രീയെ എവിടെ നിന്നാണ് ദൈവം സൃഷ്ടിച്ചത്? ആദാമിൻ്റെ വാരികല്ലുകളിൽ ഒന്നിൽ നിന്നാണ്. എല്ലാ കാട്ടുജന്തുക്കളെക്കാളും കൗശലമേറിയതെന്ത്? എല്ലാ കാട്ടുജന്തുക്കളെക്കാളും കൗശലമേറിയത് പാമ്പാണ്. നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ആര് ആരോട് പറഞ്ഞു? പാമ്പ് സ്ത്രീയോട് പറഞ്ഞതാണ് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം എന്ന്. എന്നാൽ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്നത്തെ ചോദ്യം, ആദ്യത്തെ ചോദ്യം, വേദപുസ്തകത്തിൽ ആദ്യം ചോദ്യം ചോദിച്ചത് ആര്? വേദപുസ്തകത്തിൽ ആദ്യം ചോദ്യം ചോദിച്ചത് ആര്? മനുഷ്യ ചരിത്രത്തിൽ ആദ്യം കള്ളം പറഞ്ഞ വ്യക്തി ആര്? മനുഷ്യ ചരിത്രത്തിൽ ആദ്യം കള്ളം പറഞ്ഞ വ്യക്തി ആര്? വൃക്ഷഫലത്തിന് സ്ത്രീ കണ്ടെത്തിയ പ്രത്യേകത എന്ത്? വൃക്ഷഫലത്തിന് സ്ത്രീ കണ്ടെത്തിയ പ്രത്യേകത എന്ത്? ഫലം ഭക്ഷിച്ചപ്പോൾ ആരുടെ കണ്ണ് ആണ് തുറന്നത്? ഫലം ഭക്ഷിച്ചപ്പോൾ ആരുടെ കണ്ണാണ് തുറന്നത്? ഫലം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യനുണ്ടായ അറിവെന്താണ്? ഫലം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യനുണ്ടായ അറിവ് എന്താണ്? ആദാം ഹൗവ എന്തുപയോഗിച്ചാണ് അരയാട ഉണ്ടാക്കിയത്? ആദാം ഹൗവ എന്തുപയോഗിച്ചാണ്
അരയാട ഉണ്ടാക്കിയത്? യഹോവ തോട്ടത്തിൽ വന്നതെപ്പോൾ? യഹോവ തോട്ടത്തിൽ വന്നത് എപ്പോൾ? യഹോവ തോട്ടത്തിൽ വന്നത് ആദാം ഹവ്വമാർ അറിഞ്ഞത് എപ്പോൾ? യഹോവ തോട്ടത്തിൽ വന്നത് ആദാം ഹവ്വ അറിഞ്ഞതെപ്പോൾ? ഭയപ്പെട്ടതായി ആദ്യം പറയുന്ന വ്യക്തി. ഭയപ്പെട്ടതായി ആദ്യം പറയുന്ന വ്യക്തി. ഭയം കൊണ്ട് വൃക്ഷങ്ങൾക്കിടയിൽ ഒളിച്ചതാര്? ഭയം കൊണ്ട് വൃക്ഷങ്ങൾക്കിടയിൽ ഒളിച്ചതാര്? അടുത്ത ചോദ്യം ആര് ആരോട് പറഞ്ഞു എന്നുള്ളതാണ്. നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? ആര് ആരോട് പറഞ്ഞ ചോദിച്ചതാണ്. സ്ത്രീയെ വഞ്ചിച്ചതാരെ? സ്ത്രീയെ വഞ്ചിച്ചത് ആരെ? പാമ്പിനെ ശപിച്ചത് ആരെ? പാമ്പിനെ ശപിച്ചത് ആരെ? ഭൂമിയിൽ വച്ച് ശപിക്കപ്പെട്ട ജന്തു. ഭൂമിയിൽ വച്ച് ശപിക്കപ്പെട്ട ജന്തു. പൊടി തിന്നുന്ന ജന്തു. പൊടി തിന്നുന്ന ജന്തു. ഭൂമി ശപിക്കപ്പെട്ടത് ആര് നിമിത്തമാണ്? ഭൂമി ശപിക്കപ്പെട്ടത് ആര് നിമിത്തമാണ്? ശാപം മൂലം ഭൂമിയിൽ മുളച്ച സസ്യങ്ങൾ ഏതെല്ലാം? ശാപം മൂലം ഭൂമിയിൽ മുളച്ച സസ്യങ്ങൾ ഏതെല്ലാം? ജീവനുള്ളവർക്കെല്ലാം മാതാവ് ആര്? ജീവനുള്ളവർക്കെല്ലാം മാതാവ് ആര്? ആദാം തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത പേര്. ആദാം തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത പേര്. ആദ്യമായി തോൽ കൊണ്ട് ഉടുപ്പ് ഉണ്ടാക്കിയത് ആര്? ആദ്യമായി തോൽ കൊണ്ട് ഉടുപ്പ് ഉണ്ടാക്കിയത് ആര്? 20 ചോദ്യമുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. കഴിഞ്ഞ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും കൂടുതലായി നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ. ഓക്കെ, എല്ലാവരും മെസ്സേജ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.